പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഓർക്കുന്നു. ആ സഹോദരി ഫാമിലി അവരുടെ എല്ലാ ദൈവ വേല പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് അനേക സഹോദരിമാർ ഇതുപോലെയുള്ള ഓരോ ഗ്രൂപ്പിലൂടെ ലോകം മുഴുവൻ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവിൻ്റെ വചനത്തെ വിളിച്ചറിയിക്കുവാനുള്ള താല്പര്യത്തോടെ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ ഈ ഫേസ്ബുക്ക് പേജിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു വന്നിട്ടുണ്ട്. എന്ന് ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമൊരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതികാൽ കർത്താവ് ധാരാളമായിട്ട് ഈ ഫേസ്ബുക്ക് പേജിനെ മാനിച്ചനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു ചെറിയ വചനചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വേദഭാഗത്തിൽ നിന്നും ഒരു ചെറിയ ചിന്തയാണ് എനിക്ക് നിങ്ങളോട് ഈ ഷെയർ ചെയ്യുവാനുള്ളത്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും നമുക്ക് ആധാരമായിരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുമെന്ന്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ അനേക നല്ല വചനങ്ങൾ, ഗോൾഡൻ വചനങ്ങൾ ദൈവമക്കൾ കാണാതെ പോകുകയാണോ മനഃപൂർവ്വമായിട്ട് അവരത് അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ്. അതായത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു ഗോൾഡൻ വാക്യമാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ചില ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ഏറെ പ്രയാസമാണ്. കാരണം അതെല്ലാം ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശന വ്യവസ്ഥയ്ക്ക് ആവശ്യമായി വരുന്നതാണ്. അവിടെ എന്താണ്? മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്യണം. ഇപ്പോൾ മറ്റുള്ള സഹോദരൻ എന്നെ നോക്കി ചിരിച്ചില്ല എങ്കിൽ ഞാൻ ആ സഹോദരനെ നോക്കി 10 പ്രാവശ്യം ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആ സഹോദരൻ ചിരിച്ചു തുടങ്ങും. കർത്താവിൻ്റെ കൽപ്പനകൾ എത്ര വലുതാണ്, നാം അതെല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് പറയുന്നത് ക്ഷമിക്കുവാനാണ്. നമ്മൾ എത്രത്തോളം സഹോദരനോട് ക്ഷമിക്കണം. അതിൻ്റെ പ്രാരംഭമായിട്ട് നാം കാണുന്നത് ശീമോൻ പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവൻ കർത്താവിനോട് പറയുകയാണ്, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം. അപ്പൊ സഹോദരൻ എന്നോട് എത്ര വട്ടം പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം 7 എന്നത് അവന് വലിയ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ്. ലേവ്യ പുസ്തകങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അനേക ഇടങ്ങളിൽ 7 വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഒരു യഹൂദനായതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നേച്ചും അവനും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? എന്നാൽ കർത്താവ് കൊടുക്കുന്ന ആൻസർ മറ്റ് ഇസ്രയേലിൽ ഇതുവരെയും ഒരു ഗുരുക്കന്മാരും കൊടുക്കാത്ത ഒരു ആൻസർ ആണ് കർത്താവ് കൊടുക്കുന്നത്. 70 വട്ടം നീ ക്ഷമിക്കണം. 70 വട്ടം നീ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ 7 49 490 പ്രാവശ്യം നീ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പുതിയ നിയമം ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാനാണ്.
ഓരോ വിശ്വാസിയോടും ദൈവം പറയുന്നത് ക്ഷമിക്കുവാനാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഭൂമിയോളം ക്ഷമയുള്ളവൻ ഭാഗ്യവാൻ. ഭൂമിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നത് പോലെ ഈ ലോകത്ത് മറ്റൊന്നിനും ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് മറ്റുള്ളവരോട് ഒരു ദേഷ്യം വരുമ്പോൾ അത് നമ്മുടെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുവാനും കാർപ്പിച്ച് തുപ്പുവാനും നമ്മുടെ മലിനങ്ങൾ വലിച്ചെറിയുമ്പോഴും അത് കുഴിച്ച് വലിയ ഗർത്തങ്ങളാക്കുമ്പോഴും അതില് അയോഗ്യമായ അനേക കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് ആരോടും പരിവവും പറയുന്നില്ല. അപ്പൊ ക്ഷമയെ ഭൂമിയോടാണ് കർത്താവ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ കർത്താവ് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ പറയുന്നു. ഈ ക്ഷമയെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ ജോസഫിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ജോസഫ് തന്റെ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലും 45-ാം അധ്യായത്തിലും നാം കാണുകയാണ്. അവിടെ തന്റെ അപ്പനായ യാക്കോബിന്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് സഹോദരന്മാരോടൊത്ത് അവൻ മിസ്രൈം ദേശത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് ഭയമായി. അവർ ദാസന്മാരെ അழைച്ച് ജോസഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവൻ ദാസന്മാരെ അழைച്ചവൻ പറയുകയാണ്, അപ്പൻ മരിക്കും മുമ്പ് നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് ജോസഫിനോട് പറയുവിനെന്ന് ദാസന്മാരോട് കൽപ്പിച്ചഴച്ചു. പ്രത്യേകം നാം ഓർക്കണം. എന്നിട്ട് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. അവര് പറയുകയാണ്, ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം. ദൈവമക്കളെ, നാം ഓർക്കണം, അവര് ഏത് മനോഭാവത്തോടെയാണ് മിസ്രൈമിലെ രാജാവായ ജോസഫിന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് അവനോട് പറഞ്ഞഴച്ചൊരു കാര്യമുണ്ട്. നിന്റെ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരോട് കണ്ടോ ദ്രോഹം ക്ഷമിക്കണമെന്ന് പറയിച്ചു. അത് കേട്ടതും ജോസഫ് ഉറക്കെ നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു. അവരോട് അവൻ പറയുകയാണ്, സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന്റെ ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മൾ മറ്റുള്ളവന് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുത്താൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിഴകളെ ക്ഷമിച്ചു തരുമെന്ന് എത്രയോ മനോഹരമായ ഒരു വാക്യം. പുതിയ നിയമം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതിയിടേണ്ട ഒരു വാക്യമാണ്, ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗരാജ്യ പ്രവേശനം എനിക്ക് അസാധ്യമായി തീരും. അപ്പൊ ക്ഷമ എന്നത് പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയോളം ക്ഷമിക്കണം. അതിന് കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞത് പത്രോസിനോട് പറയുകയാണ്, ഒരു രാജാവ് യജമാനൻ കണക്ക് തീർക്കുവാനിരുന്നു. കണക്കെല്ലാം നോക്കി വന്നപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ കണ്ടു. അവനെ കണ്ടപ്പോൾ യജമാനൻ പറയുകയാണ്, നീ നിന്റെ കടമെല്ലാം ക്ഷമിച്ചു തരണം. നിന്റെ കടമെല്ലാം നീ എന്താണ് അടയ്ക്കണം. അവൻ എന്ത് ചെയ്തു? അപ്പോൾ അടയ്ക്കുവാൻ അവന് കഴിവില്ലാതെ വന്നു. അവൻ യജമാനോട് കടപ്പെട്ടത് തിരിച്ചടയ്ക്കുവാൻ അവന് കഴിവില്ലാതെ വന്നു. അപ്പോ യജമാനൻ ന്യായം വിധിച്ചു. എന്താ ന്യായം വിധിച്ചത്? നിന്റെ ഭാര്യയെയും മക്കളെയും നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്റെ കടം വീട്ടണം. ഇത് കേട്ടതും അവൻ എന്ത് ചെയ്തു? അവൻ ആ ന്യായാധിപന്റെ കാൽക്കൽ അങ്ങ് വീണു യാചിച്ചു. അവൻ നിലവിളിച്ചു, കരഞ്ഞു. അവന്റെ ആ കരച്ചില് കണ്ടപ്പോൾ
യജമാനൻ അവന്റെ 10,000 താലന്ത് അവന് മനസ്സലിഞ്ഞ് രാജാവ് ഇളച്ചു കൊടുത്തു. ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. 10,000 താലന്ത് കടപ്പെട്ടവൻ അവൻ രാജാവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഓർക്കണം, എന്നാണ് കർത്താവിന്റെ മുമ്പിൽ സകല കണ്ണുംകാലുകളും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്, ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ യജമാനൻ നമ്മൾ ആർക്കൊക്കെ ഇളച്ചു കൊടുത്തുവോ, ആരോടെല്ലാം ക്ഷമിച്ചു കൊടുത്തുവോ എന്ന യജമാനന്റെ പുസ്തകത്തിൽ നോക്കുന്ന ഒരു കാലമുണ്ട്. നാം ഭയങ്കര ഭയഭക്തിയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയപൂർവം സഹോദരനോട് ക്ഷമിക്കണമെന്നുള്ളത്. എന്നാൽ ഈ യജമാനൻ എന്ത് ചെയ്തു? അവന്റെ കടമെല്ലാം അവന് ക്ഷമിച്ചു കൊടുത്തു. ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. 10,000 താലന്ത് എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 13,87,00,000 രൂപയുടെ അടുത്താണ്. യജമാനൻ ഒരു മനുഷ്യൻ കരുണയോട് തന്റെ കാൽക്കൽ വന്ന് വീണ് അപേക്ഷിച്ചപ്പോൾ മനസ്സിലുള്ള ആ യജമാനൻ അത് ഇളച്ചു കൊടുത്തത്. ഓർക്കണം, കർത്താവ് പറഞ്ഞതുപോലെ എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിച്ച് ആരാധിക്കുന്നത്. ആ ദൈവസന്നിധിയിലാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. നാം ആർക്കെല്ലാം ഇളച്ചു കൊടുക്കുന്നുവോ, നാം ആരോടെല്ലാം ക്ഷമിക്കുന്നുവോ, അതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്. ജോസഫ് തന്റെ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുത്തു. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശുദ്ധ ബൈബിളിൽ ആഗമനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ 2 വിശുദ്ധന്മാരെ നാം കാണുന്നത്. ഒന്ന് ജോസഫും 2 ദാനിയേലുമാണ്. അവരെത്തപ്പെട്ടത് കൊട്ടാരത്തിലാണ്. തെറ്റിപ്പോകാവുന്ന അനേക സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അധികാരം അവരുടെ തലയിൽ മത്തുപിടിക്കുക, അനേക ഇടങ്ങളിൽ തെറ്റിപ്പോകാം, അനേക ഇടങ്ങളിൽ ദാസന്മാരെ ദണ്ഡിപ്പിക്കുക. എല്ലാ അധികാരവും 2 പേർക്കുമുണ്ട്. എന്നാൽ ജീവനുള്ള ഒരു ദൈവത്തെ അവർ എന്താണ് സേവിച്ച് ആരാധിക്കുന്നത് കൊണ്ട്, ഭയപ്പെടുന്നത് കൊണ്ട് അവർ ഒരിക്കലും തന്റെ ദാസന്മാരോട് കരുണ കാണിക്കുന്നവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കണം, ഒരിക്കൽ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുമ്പോൾ തമിഴ്നാട് ഈ പഴനി മധുര ഭാഗത്തൊക്കെ അന്നത്തെ കാലത്ത് വരുമ്പോൾ ഈ ആനേനെ കൊണ്ട് തെണ്ടിക്കാൻ ഇറങ്ങും. ആനേനെ കൊണ്ട് ഭിക്ഷയാചിപ്പിക്കാൻ ഇപ്പോഴുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 6,000 കിലോ മുതൽ 9,000 കിലോ ഭാരമുള്ള ഒരു ആന, മുകളിലിരിക്കുന്ന 60 കിലോ ഭാരമുള്ള ഒരു പാപ്പാനെ അനുസരിക്കുകയാണ്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരിമ്പ് വിൽക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് ആ തുമ്പിക്കൈ കൊണ്ട് ഭിക്ഷയാചിക്കുമ്പോൾ അതിനിഷ്ടമുള്ള കരിമ്പെല്ലാം അതിന്റെ തുമ്പിക്കൈയിൽ മുട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ജഡത്തെ അത് മരിപ്പിക്കുകയാണ്. കാരണം അതിന്റെ മുകളിൽ ഒരു യജമാനനുണ്ട്. എനിക്ക് ആ യജമാനെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ശർക്കര നിരത്തി വെച്ചിരിക്കുന്ന ചാക്കിൽ നിരത്തി വെച്ചിരിക്കുക. ഒരാനയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൊതിയുള്ള സാധനമാ. എന്നാൽ അവിടെ ചെന്ന് അത് ഭിക്ഷയാചിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന 10 പൈസയും 50 പൈസയും വാങ്ങിച്ച് തന്റെ യജമാൻ ഉയർത്തി കൊടുക്കുമ്പോൾ ആ വലിയ ജഡത്തെ മുഴുവൻ അത് മരിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്താണ്, നമുക്കൊരു യജമാനനുണ്ട്. ഈ ഭൂമിയിലെ യജമാന്മാർക്ക് മീതെ ഒരു യജമാനനുണ്ട്.
നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു യജമാനനുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന യജമാനനുണ്ട്. നമ്മുടെ ഹൃദയങ്ങളുടെയും ഉൾപ്പുകളെയും വിചാരങ്ങളെയും അറിയുന്ന ഒരു ദൈവം നമുക്ക് മുകളിലുണ്ട്. അവൻ പറയുന്നു, നിങ്ങൾ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. വലിയ കാര്യമാണ്. അതിന് കർത്താവ് പറഞ്ഞ ആ ഒരു ഉദാഹരണം, അവന്റെ കടം എത്ര വലുതാണെങ്കിലും, വളരെ കടപ്പെട്ട മനുഷ്യൻ 13,81,00,000 രൂപയാണ് അവൻ കടപ്പെട്ടിരിക്കുന്നത് ആ യജമാനോട്. എന്നാൽ അവൻ ആ യജമാനോട് യാചിച്ചപ്പോൾ ആ യജമാനൻ മനസ്സലിഞ്ഞു. നമ്മുടെ കർത്താവ് അതാണ്. നമ്മൾ സേവിച്ച് ആരാധിക്കുന്ന ദൈവം അതാണ്. മനസ്സലിവുള്ള ദൈവം, കരുണയുള്ള ദൈവം. ഈ പാപികളോട് ഇത്രമാത്രം കരുണ കാണിച്ച് നമ്മളെ മക്കളും പ്രിയമക്കളുമാക്കി ദൈവത്തിന്റെ ഭവനത്തിലാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ ഒരു മനുഷ്യന് വഴിയരികില് ഭിക്ഷ കൊടുക്കും. നമ്മൾ ഒരു മനുഷ്യർക്ക് വഴിയഴി കടക്കുന്നത് കണ്ടാൽ മനസ്സലിവ് തോന്നി ഒരു പക്ഷെ ഭിക്ഷ കൊടുക്കും. പക്ഷെ നമ്മുടെ കർത്താവിന്റെ സ്വഭാവം അതല്ല. അവൻ ആ വഴിയരികി കിടക്കുന്ന മനുഷ്യന് ഭിക്ഷ കൊടുക്കുക മാത്രമല്ല, അവനെ കോരിയെടുക്കും. 99 ആടുകളെയും വിട്ട് തെറ്റിപ്പോയ ഒരാടിന് വേണ്ടി കടന്നുപോയ ഒരു ഇടയന്റെ ഉപമ പറഞ്ഞ കർത്താവ് ആ യാചകന് ഭിക്ഷ കൊടുത്ത് കടന്നു വരികയല്ല. നമ്മുടെ കർത്താവ് അവനെ കോരിയെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവനെ തന്റെ ഭവനത്തിൽ പാർപ്പിക്കുന്ന ഒരു കർത്താവാണ് നമുക്ക് ഉയരത്തിലുള്ളത്. ആ കർത്താവിനെയാണ് ഞാനും നിങ്ങളും എല്ലാം സേവിച്ച് ആരാധിക്കുന്നത്. മറ്റുള്ള ഒരു യജമാനന്റെ സ്വഭാവം അല്ലട്ടോ. നമ്മുടെ യജമാനന്റെ സ്വഭാവം ഇളച്ചു തരുന്ന ഒരു യജമാനനാണ്. പ്രൈസ് ദി ലോർഡ്. വാസ്തവമായിട്ടും ഇളച്ചു തരുന്ന ഒരു യജമാനനെയാണ് നാം ഈ ലോകത്ത് നാം കണ്ടുമുട്ടിയിരിക്കുന്നത്. നാം കണ്ടുമുട്ടിയതല്ല, അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ പരിചയപ്പെട്ട് അവന്റെ മക്കളും പ്രിയമക്കളുമായിട്ട് അവന്റെ ഭവനത്തിൽ നമ്മെ ആക്കി വെച്ചുവെങ്കിൽ നാം എത്ര ഭാഗ്യമുള്ള ജനമാ. നാം എത്ര ഈ ലോകത്ത് എത്ര ഭാഗ്യമുള്ള ജനമാണ്. അപ്പോൾ ഒരു കരുണയുള്ള, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞു മോശയോട്, ദൈവം പറഞ്ഞതുപോലെ, ഞാൻ കരുണയുള്ള ദൈവമാകുന്നു, ഞാൻ കരുണയുള്ള ദൈവമാകുന്നു, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാകുന്നു. നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ ക്ഷമിച്ച് കുപ്പക്കുഴിയിലായിരുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൃപയെക്കുറിച്ച് സ്പർജൻ എന്ന മനുഷ്യൻ പറഞ്ഞതുപോലെ, കൃപ എന്നത് ആർക്കും വേണ്ടാതെ ഈ തയ്യൽ കടക്കാരൻ തയ്ച്ചിട്ട് വേസ്റ്റ് വന്ന തുണിക്കണ്ടം അത് വഴിയിൽ ഇടപെട്ടിട്ട് അനേകർ ചവിട്ടി മെതിച്ച് ചെളിയും അഴുക്കും എല്ലാം ആയിട്ട് ആർക്കും വേണ്ടാതെ കിടന്ന ആ തുണിക്കണ്ടം എടുത്ത് മഹാരാജാവിന്റെ വസ്ത്രത്തിൽ തയ്ച്ച് ലജ്ജയില്ലാതെ നടക്കുന്ന ഒരു മഹാരാജാവിന്റെ അനുഭവമാണ് ധന്യനായ പൗലോസ് പറഞ്ഞതുപോലെ, ചേറിലും കുഴിയിലുമായിരുന്ന നമ്മെ അവൻ ഉയർത്തി അവന്റെ വസ്ത്രത്തോട് ചേർത്ത് തയ്ച്ച് ഒരു ലജ്ജയുമില്ലാതെ ഈ പാപികളെ വഹിച്ച ഒരു ദൈവമുണ്ടല്ലോ, ഒരു കരുണയുള്ള ദൈവമുണ്ടല്ലോ, ഒരു സ്നേഹവാനായ കർത്താവുണ്ടല്ലോ. ആ കർത്താവ് ഒരു ഉപമയിലൂടെ പറയുകയാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം സഹോദരനോട്. ഈ വാക്യമെല്ലാം നാം കാണാതെ പോകുന്നതാണോ? മനഃപൂർവമായി മറന്നു കളയുന്നതാണോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയങ്ങള് നാം എണ്ണി 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 എടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് വാസ്തവമായും സ്വർഗീയ പ്രവേശനത്തിന് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങൾ ഇന്ന് വിശ്വാസികൾ തട്ടിക്കളഞ്ഞിട്ട് മറ്റ് പലതിൻ്റെ പുറകെ ഓടുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നതെന്ന് നാം ഓർക്കണം. അങ്ങനെ ഈ മനുഷ്യന് കരുണ കാണിച്ചൊരു ദൈവം, ആ കരുണ കാണിച്ച ദൈവം ഇവന്റെ സകലവും ഇളച്ചു കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകുവാനിടയായി തീർന്നു. അങ്ങനെ അവൻ പോകുമ്പോൾ എന്താണ്, അവന് 100 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. 100 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. അവൻ എന്താണ്
അവൻ അവിടെ യജമാനനായി. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, അവന്റെ ദേഹി അവിടെ യജമാനനായി തീർന്നു എന്ന് നാം ഓർക്കണം. പ്രത്യേകം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ടോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മളെയും അവൻ ഉയർപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവമക്കളെ ഓർക്കണമേ, ഏതെനിൽ ദൈവം മനുഷ്യനെ പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിച്ചു. എങ്ങനെയാണ്? അവന്റെ ആത്മാവ് ദേഹമായിട്ട് മൂന്നവസ്ഥയിൽ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ആത്മാവ് അവന്റെ യജമാനനായിരുന്നു, അവന്റെ ദേഹി കാര്യസ്ഥനായിരുന്നു, അവന്റെ ഈ ശരീരം എന്ന് പറയുന്നത് ദാസനായിരുന്നു. യജമാനായ ആത്മാവ് കാര്യസ്ഥനോട് പറയും, ഓർഡർ കൊടുക്കും. കാര്യസ്ഥൻ അത് ദേഹത്തെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ എത്ര നല്ല ഓർഡറിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് മൗനതയിലേക്ക് പോയി. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് പറഞ്ഞത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എങ്ങനെയാ മരിച്ചത്? ആത്മാവിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇന്ന് ഈ ലോകത്ത് അനേകര് കർത്താവിനെ അറിയാതെ വീണ്ടും ജനനം പ്രാപിക്കാതെ ആത്മാവിൽ മരിച്ചു കിടക്കുന്ന അനുഭവമാണ്. അവിടെയാണ് അപ്പോൾ ആത്മാവ് മൗനതയിലേക്ക് ഇറങ്ങി. യജമാനനായിരുന്ന ആത്മാവ് ശരീരം പാപം ചെയ്തപ്പോൾ മൗനതയിലായി, മരിച്ച അവസ്ഥയിലായി. അപ്പോൾ എന്ത് ചെയ്തു? ചില ഇല്ലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ കാര്യസ്ഥന്മാർ യജമാനനായി തീർന്നു. ഇന്ന് ഈ ലോകത്തെ മുഴു മനുഷ്യരെയും കർത്താവിനിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത മനുഷ്യന്റെയും അവസ്ഥ ഇതാണ്. എന്താണ്? അവരുടെ ദേഹി യജമാനനായി തീർന്നിരിക്കുകയാണ്. ആ യജമാനൻ പറയുകയാണ്, ഇന്ന് നീ സിനിമാ തിയേറ്ററിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് അവന്റെ ദേഹം പോകുകയാ. ഇന്ന് നീ ബാറിൽ കയറണമെന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം ബാറിൽ കയറുകയാ. കാരണം എന്താ? ദേഹിയാണ് യജമാനന്റെ സ്ഥാനത്ത് നിന്നും ഭരിക്കപ്പെടുന്നത്. എന്ന ദൈവമക്കളുടെ അവസ്ഥ എന്താണ്? ഏതെനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ആ മരിച്ചു കിടന്ന ആത്മാവ് അത് വീണ്ടും ജനനം പ്രാപിച്ചു. അതിന് കർത്താവ് നിത്യജീവൻ നൽകി. ആ ആത്മാവിന് നീതീകരിക്കപ്പെട്ടു. അതിനി പാപത്തിന്റെ ആത്മാവല്ല. അതുകൊണ്ട് ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മാവാണ് നടത്തപ്പെടുന്നത്. ആത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്? ആത്മാവ് യജമാനൻ, ദേഹി കാര്യസ്ഥൻ, ബോഡി ദാസനായിക്കൊണ്ട്. ഇന്ന് നമ്മുടെ ശരീരം ഒരിക്കലും യജമാനനാകുകയില്ല. ദേഹി ചാടിക്കേറി യജമാനൻ കളിക്കാൻ ആരൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ കൃപയിൽ നിന്നും വീണിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരുമായുള്ളവരെ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അവർക്കാണ് വാസ്തവമായി ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയട്ടെ, 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ അവൻ പോകുമ്പോൾ ആ 100 താലന്ത് കടപ്പെട്ടവനെ കണ്ടു. അവനോട് കണക്ക് ചോദിച്ചു. അവന് ആ ചെറിയ കടം വീട്ടുവാൻ, തിരിച്ചടയ്ക്കുവാൻ അവന് കഴിവില്ലായിരുന്നു. എന്താണ്? അവൻ ന്യായം വിധിച്ചു. 10,000 താലന്ത് കർത്താവ് ക്ഷമിച്ചു കൊടുത്തവൻ ഈ സാധു മനുഷ്യനെ ന്യായം വിധിച്ചു. എന്താണ്? അവനോട് ഒരിക്കലും അവൻ കരുണ കാണിച്ചില്ല. അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് നീ കടം തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുവാൻ അവനെ എന്താണ്? കൂട്ടുദാസനെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമിക്കണം, ക്ഷമ തോന്നണമെന്ന് ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവന് മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാ. നമ്മളോട് കരുണ കാണിച്ച ദൈവം മറ്റുള്ളവർക്ക് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് എത്രമാത്രം നാം കരുണയുണ്ട് എന്ന് നമ്മുടെ ഹൃദയങ്ങളെ ചോദന ചെയ്യുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം, നമുക്ക് കണക്കിടുന്ന ദൈവം, സ്വർഗത്തിൽ സ്വരുക്കൂട്ടുന്ന പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
ഇവൻ എന്താണ് ഇത്രയും ഇളച്ചു കിട്ടിയിട്ടും അവന് തന്റെ കൂട്ടുദാസന് 100 കടപ്പെട്ടവന് ഇളച്ചു കൊടുക്കുവാൻ കഴിയാതെ അവനെ എന്തു ചെയ്തു? അവനെ ദണ്ഡിപ്പിച്ച് ദാസന്മാരെ ഏൽപ്പിച്ചു. അതിലേറ്റവും രസമെന്ന് പറയുന്നത് ആ സംഭവം കണ്ടുനിന്ന ദാസന്മാർ അവർ എന്താണ്? അവർ ഒത്തിരി വിഷമിച്ചു, അവരൊത്തിരി അവിടെ ഭാരപ്പെട്ടു. ദൈവം ഇളച്ചു കൊടുത്ത് ഇവന് മറ്റുള്ളവരോട് ഇളച്ചു കൊടുക്കുവാൻ കഴിയാത്ത അവന്റെ ആ ക്രൂര മനസ്സ്, ആ ക്രൂര ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ, കഠിന ഹൃദയമല്ല മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കേണ്ട ഏവരുമാണ് നമുക്ക് ഹൃദയകാഠിന്യം ഉണ്ടാകരുത്. സഹോദരനോട് മനസ്സലിയാത്ത ഒരു ഹൃദയകാഠിന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്ക് ഇളച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ദിനം പ്രതി ഓരോ സഹോദരന്മാരോട് കടപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഇളച്ചു കിട്ടേണ്ടതിന്. അതുകൊണ്ടാണ് കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞത്, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പലപ്പോഴും ആ പ്രാർത്ഥനയൊക്കെ കത്തോലിക്കരും യാക്കോബിറ്റുകാരും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ നമ്മൾ ആ പ്രാർത്ഥന പോലും ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ആത്മീയ മർമ്മങ്ങളെ ഒന്ന് എടുത്തു കഴിയുമ്പോൾ, ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും നീ ക്ഷമിക്കണമേ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മൾ അറിയാതെ, നമ്മൾ കാണാതെ, നമ്മൾ മനഃപൂർവ്വമായി ഉപേക്ഷിച്ച് കളഞ്ഞ അനേക വചനങ്ങൾ നമ്മുടെ സ്വർഗരാജ്യ പ്രാപ്തിക്ക് ഏറെ പ്രയോജനകരമായ വചനങ്ങളാണ് എന്ന് ഇന്ന് ഈ വൈകിയ വേളയിൽ നാം അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓർക്കണം. എന്നാൽ ഇത് കണ്ടു നിന്ന ദാസന്മാർ ചെന്ന് ആ യജമാനനോട്, ഇവൻ ഇളച്ചു കൊടുത്ത യജമാനനോട് ഇവൻ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് ഒരു മനസ്സലിവില്ലാതെ, അല്പം കടപ്പെട്ടവന് ഒരു ദയ കാണിക്കാതെ ന്യായവിധി നടത്തിയ ഈ ക്രൂരനായ മനുഷ്യനെ കുറിച്ച് യജമാനനോട് അവരറിയിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എന്താണ് അവിടെ പറയുന്ന? കൂട്ടുദാസന്മാർ ദുഃഖിച്ചു എന്നാണ്. അവർക്ക് ഒത്തിരി ദുഃഖം വന്നു. ആ മനുഷ്യനോട് ഒരു കരുണ കാണിക്കാതെ അവനെ ദണ്ഡിപ്പിക്കുന്ന കണ്ടപ്പോൾ കണ്ടു നിന്നവർക്ക് ഒത്തിരി ദുഃഖം വന്നു. അവർ ചെന്ന് ആ യജമാനനോട് വിവരമറിയിച്ചു. ആ യജമാനൻ എന്ത് ചെയ്തു? അവനെ വിളിച്ച് അവന്റെ ക്രൂരതയെ ശ്വാസിച്ചു. അവന്റെ ക്രൂരതയെ ആ യജമാനൻ ശ്വാസിച്ചു. എന്നിട്ട് എന്താണ്? രാജാവിന്റെ കോപം അടങ്ങിയില്ല. 10,000 താലന്ത് ക്ഷമിച്ച നിന്റെ ഭാര്യയെയും മക്കളെയും നിനക്കുള്ളതെല്ലാം വിറ്റ് നീ കടം തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ, കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് കാലയിൽ വീണ ആ കർത്താവ് ക്ഷമിച്ചു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മത്തായിയുടെ ശീമോന്റെ ഭവനത്തില് ഭക്ഷണത്തിനിരുന്ന കർത്താവിന്റെ പാദപീഠത്തില് പാപിനിയായ ഒരു സ്ത്രീ കടന്നു ചെന്ന് കണ്ണുനീരുകൊണ്ട് അവന്റെ പാദത്തെ കഴുകി, അവളുടെ മുടി കൊണ്ട് ആ പാദത്തെ തുവർത്തി, അവളുടെ ചുണ്ടുകൊണ്ട് ആ പരിശുദ്ധന്റെ പാദത്തെ ചുംബിച്ച് ഈ ലോകം കണ്ട ഏറ്റവും നല്ല ആരാധന ആ ഭവനത്തിൽ അവൾ കർത്താവിന്റെ മുന്നിൽ ചെയ്തപ്പോൾ കർത്താവ് അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ ഓർക്കണമേ. ആ കർത്താവിനെ പരീക്ഷിക്കുവാൻ പാപിനിയായ വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന് കർത്താവിനെ പരീക്ഷിക്കേണ്ടതിന് അവർ കർത്താവിന്റെ മുന്നിൽ നിർത്തിയപ്പോൾ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കല്ലുകളെല്ലാം ഉപേക്ഷിച്ചു പോയെങ്കിൽ കർത്താവ് തലപൊക്കി നോക്കി ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ പഠിപ്പീരിൽ ആ ടീച്ചിങ്ങിൽ ഒളിച്ചു കിടക്കുന്ന ചില വചനങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം പിറക്കിയെടുക്കണം. വിലയേറിയ മുത്താണ്. ആ മുത്തുകളെല്ലാം പിറക്കിയെടുക്കണം. ആ ദാസനെ കർത്താവ് എന്താണ്? അവനെ ന്യായം വിധിക്കുവാൻ, അവന്റെ കടം തീർക്കുവോളം അവനെ ന്യായം വിധിക്കുവാൻ
ദാസന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് മനോഹരമായ ഒരു ഉപമയെ ക്ഷമിച്ചു കൊടുക്കണമെന്ന ഒരു നല്ലൊരു ഉപമയെ കർത്താവ് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്. 18 അധ്യായത്തിൻ്റെ 35 നമ്മുടെ കമ്പി വാചകത്തിൽ വായിച്ചതുപോലെ, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, നമ്മുടെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്, പൊറുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൺകൂടാരങ്ങളിൽ ഹല്ലേലൂയ വസിക്കുന്ന ദൈവം. ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ദൈവം പുറത്തു നിന്ന് നമ്മളെ ഭരിക്കുന്നവനല്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ധന്യനായ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തു ഉള്ളിലുള്ളവന് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയും. തൃത്വത്തെ രണ്ടാമനായ പുത്രനാം ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് ഭരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവ്, പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും വസിക്കുന്ന ഈ ശരീരം ഈ ലോകത്തിലെ വലിയ അത്ഭുതമാണ്. ഒരു വലിയ അത്ഭുതമാണ്, വലിയ ഭാഗ്യപദവിയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. അവസരമൊരുക്കിയ സഹോദരിയോടും കുടുംബത്തോടുമുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന്റെ മഹത്വം, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി കർത്താവേ. പ്രതികൾ കർത്താവേ, ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു, ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന സഹോദരിയും കുടുംബത്തെയും ഓർക്കുന്ന കർത്താവേ. അനേക വേലകൾ സഹോദരിയാൽ ചെയ്തെടുക്കുന്നുവല്ലോ. ഈ കുടുംബത്തോട് ദൈവം കരുണ കാണിക്കണം, മനസ്സലിയണം. ഒത്തിരി വേലകൾ ഈ അന്ത്യകാലത്ത് ചെയ്തെടുപ്പാൻ കർത്താവ് ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പേജിലായിരിക്കുന്ന എല്ലാ കർത്താവേ കേൾവിക്കാരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരികയാണ്. കേൾക്കുന്ന വചനങ്ങളൊന്നും അവർക്ക് കർത്താവായി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാം അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.